ട്രൂ ടി വിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ചർച്ചകൾ ആരംഭിക്കുകയാണ്. നമ്മുടെ ചർച്ചയുടെ വിഷയം 2024 ലോകസഭാ തിരഞ്ഞെടുപ്പ്. നമ്മോടൊപ്പം ചേരുന്നു പ്രശസ്ത എഴുത്തുകാരനും പുരസ്കാര ജേതാവുമായ മുഷ്താഖ്. രാഷ്ട്രീയ നിരീക്ഷകനാണ് അദ്ദേഹം. ഭരണപക്ഷ ഭാഗത്തു നിന്ന് നമ്മോടൊപ്പം ചേരുന്നത് റിസ്വാൻ പെർലാടം. അതുപോലെ തന്നെ ചരിത്രകാരനായ അസ്ലം കിച്ചേരി നമ്മോടൊപ്പമുണ്ട്. ഇരിക്കട്ടെ, ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം, നമ്മുടെ ചർച്ചയിലേക്ക് കിടക്കാം. ആദ്യം താങ്കളോട് തന്നെയാണ്, ഭരണപക്ഷത്ത് നിന്നുള്ള താങ്കളോടാണ് ചോദ്യം. 2024 ലോകസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇവിടെ മഹത്തായ രാജ്യം ഇന്ത്യ നേരിടുന്ന ചില വെല്ലുവിളികളുണ്ട്. ഈ വെല്ലുവിളികൾ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ 2024 ഒരു വിജയ സാധ്യത അല്ലെങ്കിൽ അടുത്ത ഒരു പ്രധാനമന്ത്രിയായി മോദിയെ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും അടുത്ത മൂന്നാം തുടർ ഭരണം തന്നെയായിരിക്കും എൻ ഡി എ സർക്കാരിനുണ്ടാവുക. കാരണം ഇന്ന് ഇന്ത്യയുടെ അവസ്ഥ പരിശോധിച്ചാൽ സമ്പദ് വ്യവസ്ഥയിൽ തന്നെ ലോകത്തെ മുഴുവൻ രാജ്യങ്ങളിലും 5ാം സ്ഥാനത്ത്, ആദ്യത്തെ 5 സ്ഥാനങ്ങളിൽ നമ്മുടെ ഇന്ത്യ ഇടം പിടിച്ചിരിക്കുന്നു. ഇത് തീർച്ചയായും എൻ ഡി എ സർക്കാരിൻ്റെ നിരവധി നേട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമായി തന്നെ നമുക്ക് എണ്ണാൻ പറ്റുന്നതാണ്. മറിച്ച് മറ്റുള്ള കുറേ നേട്ടങ്ങൾ ഈ സർക്കാരിനുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, കോവിഡ് കാലത്തൊക്കെ ഏറ്റവും പെട്ടെന്ന് വാക്സിനൊക്കെ ചെയ്തത് നമ്മുടെ ഇന്ത്യയാണ്. അതുകൊണ്ട് ആ ഒരു സമയത്ത് പോലും മോദി സർക്കാരിൻ്റെ ആ ഒരു കൂട്ടിച്ചേർത്തുള്ള നമ്മളെ കൂട്ടിപ്പിടിക്കുക എന്ന ഒരു നയം സ്വീകരിച്ചത് തന്നെ നമുക്ക് ഇനിയും ഭരണം ജനങ്ങളിൽ മോദി സർക്കാരിൻ്റെ സ്ഥാനം കൂടാനുള്ള കാരണം തന്നെയാണ്. നിങ്ങൾ പറയുന്നത് ഇനി അടുത്ത ഒരു മോഡി എഫക്റ്റ് തന്നെ നമുക്ക് 2024 ഇലക്ഷനിൽ പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ്. പക്ഷേ നിങ്ങളെ ഞാൻ ഉണർത്താൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. നിങ്ങൾ പറഞ്ഞ പട്ടികയിൽ നിന്ന് ലോകത്ത് ഏറ്റവും മാധ്യമ സ്വാതന്ത്ര്യത്തിൽ വളരെ പിന്നോക്കമാണ് നമ്മുടെ രാജ്യം. മാത്രവുമല്ല, ദാരിദ്ര്യത്തിൽ തന്നെ വളരെ പിന്നോക്കമാണ് നമ്മുടെ രാജ്യം. ഇരിക്കട്ടെ, അസ്ലം കിച്ചലിലേക്ക് വരുമ്പോൾ, ചരിത്രകാരൻ എന്ന നിലയ്ക്ക് 2024 നമ്മുടെ തെരഞ്ഞെടുപ്പിനെ, കാരണം നമ്മുടെ പ്രധാനമന്ത്രി 14ാമത് പ്രധാനമന്ത്രിയായിട്ടാണ് ഇവിടെ നമ്മുടെ രാജ്യത്തിലേക്ക് ഇന്ന് നേതൃത്വം നൽകുന്നത്. ഈ ഒരു അവസ്ഥയിൽ ചരിത്രകാരൻ എന്ന നിലയ്ക്ക്, കാരണം നിരവധി ചരിത്രങ്ങൾ അവശേഷിക്കുന്ന അല്ലെങ്കിൽ ചരിത്രങ്ങൾക്ക് സാക്ഷിയായ രാഷ്ട്രീയ സംഭവങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാൻ? ഇന്ത്യ എന്ന് പറയുന്നത് ബഹുസ്വര ജനാധിപത്യ രാഷ്ട്രമാണ്. ഭരണഘടന ഉറപ്പ് നൽകുന്ന എല്ലാവിധ അവകാശങ്ങളും, മൗലികാവകാശങ്ങൾ, പൗരാവകാശങ്ങൾ, ഇങ്ങനെ തുടങ്ങി ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ മാതൃകയായിട്ടുള്ള ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. എന്നാൽ കഴിഞ്ഞൊരു 15 വർഷത്തെ രാഷ്ട്രീയ അരാജകത്വം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പല മതങ്ങളാൽ ഇഴചേർന്ന് വളരെ ബഹുസ്വരമായി ജീവിക്കുന്ന മതേതരത്വ രാജ്യമാണ്. പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന മതത്തെ പ്രതിനിധീകരിക്കുന്നു എന്നൊരു അജണ്ടയുണ്ടാക്കി, ഒരു പ്രചാരണമുണ്ടാക്കി, അത്തരമൊരു പ്രൊപഗണ്ടയിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന ഒരു രാഷ്ട്രീയ സിദ്ധാന്തമായി മോദി അല്ലെങ്കിൽ NDA കൂട്ടുകെട്ട് മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതായത് താങ്കൾ പറഞ്ഞു വരുന്നത് ന്യൂനപക്ഷങ്ങളെ മാറ്റി നിർത്തുകയാണ് എങ്കിലും അവരുടെ അജണ്ട ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ന്യൂനപക്ഷങ്ങളെ മാറ്റി നിർത്തപ്പെടുകയാണ്. 800 വർഷ കാലഘട്ടത്തോളം മുഗൾ സാമ്രാജ്യത്വം ഉണ്ടാവുകയും മുസ്ലിങ്ങൾ ഭരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ മുസ്ലിം ന്യൂനപക്ഷം 18% ചുരുങ്ങുകയാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾക്കെതിരെയും മണിപ്പൂരിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലും ആക്രമണങ്ങൾ അരങ്ങേറുന്നുണ്ട്. അതുപോലെ തന്നെ ജാതീയതയുടെ പേരിൽ ദളിതർക്കെതിരെയും ആക്രമണങ്ങൾ അരങ്ങേറുന്നുണ്ട്. ഇതിനെതിരെയൊന്നും മോദി സർക്കാർ ഇടപെടുന്നതായിട്ട് കാണുന്നില്ല. എന്നിരുന്നാലും ചില അവസ്ഥകളിൽ ചരിത്രത്തോട് താതാത്മ്യം പുലർത്തിക്കൊണ്ട് ചില പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെട്ടു. താങ്കളിലേക്ക് ഞാൻ വരുന്നുണ്ട്.
ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ നിലവിലെ പ്രതിപക്ഷ സാഹചര്യം എന്ന് പറയുന്നത് നമുക്ക് മഷീട്ട് നോക്കിയാൽ പോലും പ്രതിപക്ഷത്തെ കഴിഞ്ഞ 2 സർക്കാരിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഇവിടെ പുതിയ ഇന്ത്യ, നിലവിൽ വന്ന പുതിയ സഖ്യം, ഐക്യം എങ്ങനെയാണ് താങ്കൾ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ നോക്കി കാണുന്നത്? സമകാലിക ഇന്ത്യ ആവശ്യപ്പെടുന്ന ഏറ്റവും രാഷ്ട്രീയ മികച്ച ഒരു സംഘടന ഈ പ്രതിപക്ഷം കൊണ്ടുവന്ന ഒരു സഖ്യമാണ് ഇന്ത്യ എന്ന രൂപപ്പെടുത്തൽ ഈ പ്രതിപക്ഷം കൊണ്ടുവന്ന സഖ്യം. ഈ സഖ്യം ഈ അടുത്ത് പല മാറ്റങ്ങളും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലൊക്കെ BJPക്ക് തന്നെയാണ് മുന്നേറ്റം ഉണ്ടായിരുന്നത്. പക്ഷേ അതൊക്കെ കേവലം പാർലമെൻറ്റിൽ നോക്കുകയാണെങ്കിൽ ഇവരുടെ മെയിൻ ലക്ഷ്യം പാർലമെൻറ്റിൻ്റെ തിരഞ്ഞെടുപ്പാണ്. ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകൾ കൊണ്ട് നമുക്ക് ഇതിൻ്റെ നിലവാരം നോക്കാൻ കഴിയില്ല. താങ്കൾ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലെ ഫലങ്ങളോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ അല്ല ഞങ്ങൾക്ക് പ്രധാനം, അല്ലെങ്കിൽ ഇന്ത്യ എന്ന ഐക്യത്തിന് പ്രധാനം, അത് 2024 വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. താങ്കളിലേക്ക് വരുമ്പോൾ നിലവിലെ സാഹചര്യം താങ്കൾ പറഞ്ഞല്ലോ, ഇന്ത്യ എന്ന വലിയ പ്രതീക്ഷയാണ് നിങ്ങൾക്ക് തുടർ ഭരണത്തിന് നൽകുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് മതന്യൂനപക്ഷത്തെ മാറ്റി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ താഴ്ന്ന വിഭാഗക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട്, ജോലിയില്ല, അല്ലെങ്കിൽ സാമ്പത്തികമായി വളരെ പിന്നോക്കമാണ്, അല്ലെങ്കിൽ മനുഷ്യൻ പ്രയാസപ്പെടുന്നു, വിലക്കയറ്റമുണ്ട്, ഈ ഒക്കെ സാഹചര്യത്തിൽ നിന്ന് താങ്കൾ എങ്ങനെയാണ് ഈ ഒരു വിജയം അവകാശപ്പെടുന്നത്? ഇവിടെ ചരിത്രങ്ങളെയും അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങളെയൊക്കെ ചിലപ്പോൾ കുബുദ്ധികൾ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ സർക്കാരിനോട് എതിർക്കുന്ന ആൾക്കാരൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അതൊരു താങ്കളുടെ വാദം മാത്രമാണ്. ഇവിടെ പച്ചയായ സത്യം നമുക്ക് മുമ്പിലുണ്ട്. അല്ല, ഇവിടെ രാഷ്ട്രീയ തീർച്ചയായും ഒരു രാഷ്ട്രീയ കളിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം NDA സർക്കാരിൻ്റെ 3ാമത്തെ വരവിനെ തകർക്കുക അല്ലെങ്കിൽ തടുത്തു നിർത്തുക എന്നതിൻ്റെ പേരിൽ ഇവിടെ പല കളവുകളും NDA സർക്കാരിൻ്റെ പേരിൽ കെട്ടിച്ചമക്കുന്നുണ്ട്. അതിന് NDA സർക്കാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ ഏതെങ്കിലും ഒരു വ്യക്തികൾ ചെയ്ത പ്രവൃത്തി അത് NDA സർക്കാരിൻ്റെ പേരിലിട്ട് അത് NDA സർക്കാർ പഠിക്കുന്ന പാഠപുസ്തകങ്ങളിൽ പോലും ഇല്ലാത്ത ചരിത്രങ്ങളും ഉള്ള ചരിത്രങ്ങളെ നമുക്ക് പിറകിലുള്ള ചിത്രത്തിലേക്ക് ഇതിന് മറുപടി നൽകണം. ഉദ്യാനം അതിന്റെ പേര് മാറ്റുകയാണ്. അതിലൂടെ എന്ത് രാഷ്ട്രീയ നേട്ടമാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ NDA സർക്കാരിന് ഉണ്ടാക്കാൻ സാധിക്കുന്നത്? രാഷ്ട്രീയപരമായ നേട്ടങ്ങളല്ലേ ഇവിടെ നമ്മുടെ ചർച്ച എന്നത് ഇന്ത്യയിലെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി സർക്കാരിന് സാധ്യതയുണ്ടോ എന്ന്. തീർച്ചയായും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം 2014 ഇലക്ഷൻ എടുത്തു നോക്കിയാൽ മൊത്തം വോട്ടിങ്ങിൻ്റെ 31% NDA സർക്കാരിനെ പിന്തുണക്കുന്നതായിരുന്നു. പക്ഷെ അവിടെ മാറ്റം 2019 വന്ന മാറ്റം അത് 37% കൂടി. ഇന്ത്യയിലെ ജനങ്ങൾ പ്രബുദ്ധരായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് തന്നെ ഇവിടെ NDA സർക്കാർ വരണമെന്നാണ്. അതുകൊണ്ട് ഇനി ഇത് ഇന്ത്യയുടെ 37 നിന്നും 45ഉം 50ലേക്ക് വരെ കടക്കാൻ നല്ല സാധ്യത. 37ഉം 31ഉം പറയുമ്പോൾ അതിന്റെ ബാക്കിയുള്ള അല്ലെങ്കിൽ 70% അല്ലെങ്കിൽ 60% നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആണ്, എതിരാണ് എന്നതിനെ കുറിച്ച് ഓർക്കേണ്ടതുണ്ട്. താങ്കളിലേക്ക് വരികയാണ്. 70% ആളുകൾ മോദി ഭരണം വേണ്ട എന്ന് പറയുന്നു. പക്ഷേ തീർച്ചയായും മോദി ഭരണം വരുന്നത് കൊണ്ടോ ജനാധിപത്യ സംവിധാനങ്ങളെ എതിർക്കുന്നത് കൊണ്ടോ അല്ല. തീർത്തും മതന്യൂനപക്ഷങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് സവർണ മേധാവിത്വത്തിലേക്ക് നയിക്കുന്ന തരത്തിലേക്കുള്ള രാഷ്ട്രീയ പ്രേരിത ലക്ഷ്യങ്ങൾ, അതിൽ നിന്നും മാറിക്കൊണ്ട് വികസനവും അതുപോലെ തന്നെ എല്ലാ മതവിഭാഗങ്ങളെയും, ജാതി ഉള്ള ആളുകളെയും മതമില്ലാത്തവരെയും ഭരണഘടന പറയുന്നത് പോലെ ചേർത്ത് നിർത്തുകയാണെങ്കിൽ ഇവിടെ മോദി ഭരണമായാലും BJP ഭരണമായാലും നമ്മൾ സ്വാഗതം ചെയ്യും. ചരിത്രത്തിലുള്ള ധാരാളം സ്വാതന്ത്ര്യ സമര സേനാനികൾ, അതുപോലെ തന്നെ നമുക്കറിയാം ഈ അടുത്ത് മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് അതിലുള്ള ധാരാളം മുസ്ലിങ്ങളെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ് ക്രിസ്ത്യാനികൾ ഇന്ത്യയിലേക്ക് വരുന്നത്. അതിനെ തുടർന്ന് ധാരാളം മറ്റും മതവിഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരെയൊക്കെ ഒരു ചരിത്രപരമായ ഒരു ദുർവിനിയോഗമാണ് നമ്മൾ ഇവിടെ പറഞ്ഞതുകൊണ്ട് യോജിച്ചു. കാരണം ഈ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ ന്യൂനപക്ഷങ്ങളോടും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളോടുമുള്ള ഇവരുടെ
സമീപനം തന്നെ നമുക്ക് ഇനി ഉദാഹരണമാണ് വരുന്ന മുസ്ലിം സ്കോളർഷിപ്പുകൾ റദ്ദാക്കുന്നത്. 2024 ചോദ്യം. തിരഞ്ഞെടുപ്പിലേക്ക് വലിയ മുന്നേറ്റമാണ്. ഒരൊറ്റ ചോദ്യം. ചരിത്ര നിരീക്ഷകൻ എന്ന നിലയിൽ ഒരു ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായത് നമ്മുടെ ജവഹർലാൽ നെഹ്റു. അദ്ദേഹം 16 വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ദിരാഗാന്ധി 11 വർഷം, മൻമോഹൻ സിംഗ് 10 വർഷം, നരേന്ദ്രമോദി 10 വർഷമായി തുടരുന്നു. ഇനിയും ആ ഒരു പ്രൊപ്പഗണ്ട എന്ന് പറയുന്ന, നിങ്ങൾ പറയുന്ന പ്രൊപ്പഗണ്ട അത് പ്രതിഫലിച്ച് ഒരു ചരിത്രത്തിൽ ഇടം നേടാൻ സാധ്യത എങ്ങനെയാണ് കാണുന്നത്? ഞാൻ തീർത്തും NDA സർക്കാരിനെതിരായി കൊണ്ടല്ല പറയുന്നത്. ഇവിടെ മതേതര ജനാധിപത്യ രാഷ്ട്രത്തിൽ കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസ് ആണെങ്കിലും മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അവിടെയൊക്കെ ഈ പ്രൊപ്പഗണ്ട ശരിക്കും പ്രചാരത്തിലാവുന്നുണ്ട്. കോൺഗ്രസിന്റെ അടുക്കലും ഈ ഒരു ന്യൂനപക്ഷങ്ങളിലെ പ്രധാനമായ മുസ്ലിം നടക്കുകയാണ്. ന്യൂനപക്ഷങ്ങളിലെ പ്രധാനമായ മുസ്ലിം പള്ളികൾ തകർക്കപ്പെട്ടത്, ബാബരിയെ പോലെയുള്ള പള്ളികൾ തകർക്കപ്പെട്ടത് കോൺഗ്രസ് സർക്കാരിന്റെ കാലഘട്ടത്താണെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ്. അതോടൊപ്പം ഇനി ഒരു കോൺഗ്രസ് ഭരണം അല്ലെങ്കിൽ കോൺഗ്രസ് സഖ്യം മുന്നോട്ട് വരുമ്പോൾ മതനിരപേക്ഷ അല്ലെങ്കിൽ ജനാധിപത്യ രാഷ്ട്രം ഇവിടെ നിലനിൽപ്പിലാകും എന്ന് താങ്കൾക്ക് അഭിപ്രായപ്പെടാൻ സാധിക്കുമോ? ഒരു നിലവിൽ വരുന്ന സർക്കാർ അല്ലെങ്കിൽ ഒരു ഇന്ത്യ എന്ന സഖ്യം അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മേൽക്കോയ്മയിലുള്ള സർക്കാർ വരികയാണെങ്കിൽ ഇവിടെ മതനിരപേക്ഷയും ജനാധിപത്യവും നിലനിർത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് താങ്കളുടെ അഭിപ്രായം. തീർച്ചയായും എന്തായാലും വരും. കാരണം ഈ കഴിഞ്ഞതെല്ലാം ഈ കോൺഗ്രസ് ആയാലും മറ്റുള്ള സംസ്ഥാന പാർട്ടി ആയാലും അതെല്ലാം മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ, മറ്റുള്ള ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ നിലകൊണ്ടിട്ടുള്ളത്. ഇനി വരുന്ന കക്ഷികൾ ചെയ്യേണ്ടത് അവരുടെ സെൻസസ്, ഓരോ ജാതി സെൻസസ് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോ സവർണ വലിയവരെയും അതുപോലെ താഴ്ന്ന ജാതിക്ക് ഓരോരോ സെൻസ് എടുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന തുല്യനീതി എല്ലാവർക്കും കാഴ്ചവെക്കാൻ സാധിക്കും. അതായത് ഇപ്പൊ നിലവിലുള്ള സർക്കാർ പറയുന്നത് സവർണരാണ് നമ്മെ പിന്തുണക്കുന്നത്, അവരാണ് ഏറ്റവും കൂടുതൽ. ഇവിടെ മറ്റൊരു വിഷയം കൂടി സത്യത്തിൽ അവർണരാണ് കൂടുതലുള്ളത്. പക്ഷെ ജാതി സെൻസസ് പുറത്തുവിടാത്ത കാരണം കൊണ്ട് നമുക്കത് അറിയാതെ പോകുന്നു. താങ്കൾക്ക് എന്താണ് മറുപടി പറയാൻ? തീർച്ചയായും ജാതി സെൻസസ് എന്ന് പറയുന്നത് 2011 മോദി സർക്കാർ എടുത്തതാണ്. അതിനുവേണ്ട കൃത്യമായ നിയമ നടപടികൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനിയും വരും തുടർ ഭരണത്തിൽ മോദി സർക്കാർ വരിക തന്നെ ചെയ്യും. ആ കാലത്ത് പരിഹരിക്കാൻ പറ്റുന്ന ഇപ്പോൾ നടന്ന ചില പാകപ്പിഴവുകൾ പരിഹരിക്കുക തന്നെ ചെയ്യും. എന്നിരുന്നാലും ഇന്ത്യയുടെ മനം ഉണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞു വരുന്നത്. അതായത് പരിഹരിക്കുകയാണെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും അതിൻ്റെതായ ചില ന്യൂനതകൾ ഉണ്ടായേക്കും എന്ന് വെച്ച് അതിനുള്ള നേട്ടങ്ങളൊന്നുമില്ല എന്നത് അതിനർത്ഥമാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനിയും തുടർഭരണം തന്നെയാണ് സാധ്യത. പറഞ്ഞതുപോലെ തന്നെ എവിടെ വികസനം അവസാനിക്കുന്നു അവിടെയാണ് മുസ്ലിങ്ങൾ തുടർന്ന് ജീവിക്കുന്നത്. അതായത് ഇനിയും മാധ്യമങ്ങളെ കാണാത്ത ഒരു 5 വർഷം ഇന്ത്യക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും നമ്മുടെ ഇവിടെ ചർച്ച അവസാനിപ്പിക്കുകയാണ്. നമ്മോടൊപ്പം പങ്കെടുത്ത പ്രേക്ഷകർക്കും അതുപോലെ നിങ്ങൾക്കും നന്ദി, കൃതജ്ഞത. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.